and gentlemen, today our 8 contestants have to go through 2 rounds of debate. ഇന്ന് പങ്കെടുക്കുന്ന 8 പേരും 2 ഘട്ടങ്ങളായിട്ടാണ് ഡിബേറ്റ് നടക്കാൻ പോകുന്നത്. So the first topic of the day, privatization of public sector undertaking is in the best interest of the nation. പൊതുമേഖലാ സ്ഥാപനങ്ങളുടെ സ്വകാര്യവൽക്കരണം രാജ്യത്തിന്റെ അഭിവൃദ്ധി മുൻനിർത്തിയാണ്. So let's begin the battle. Attorney T. John from School of International Relations and Political Science, MG University. Nallari kaiyadi for Attorney, ladies and gentlemen. Anushruti SS from Government Law College, Trivandrum. Ready alle? Ready ആണ് sir. Your 1 minute starts now. നമസ്കാരം. 2018 RBIയുടെ ഫിനാൻഷ്യൽ സ്റ്റെബിലിറ്റി റിപ്പോർട്ട് പ്രകാരം രാജ്യത്ത് സ്വകാര്യവൽക്കരണം ഏർപ്പെടുത്തിയില്ല എങ്കിൽ ധനക്കമ്മി കൂടുമെന്നും അതുവഴി ആഗോള റേറ്റിംഗ് ശാഖകളുടെ ഇൻവെസ്റ്റ്മെന്റ് ഗ്രേഡ് നിലയിൽ രാജ്യം പിന്നിലാകുമെന്നും പറയുന്നു. തളർച്ചയിലായിരുന്ന ഡാറ്റ പ്രോസസ്സിംഗ് മേഖലയിൽ 2013 മുതൽ 2019 വരെ സ്വകാര്യവൽക്കരണം ഏർപ്പെടുത്തിയതിൽ നിന്ന് 11 ബില്യൺ ഓൺലൈൻ കസ്റ്റമർ ഫ്രണ്ട്ലി ഔട്ട്ലെറ്റുകളാണ് സ്ഥാപിക്കാനായത്. 32,000 ഗ്രാമങ്ങളെ GPS സംവിധാനത്തിലേക്ക് ചേർക്കാനായത് 2014 ഡിപ്പാർട്ട്മെന്റ് ഓഫ് ഹോംലാൻഡ് സെക്യൂരിറ്റി സ്വകാര്യവൽക്കരിച്ചതിന് ശേഷമാണ്. ഇന്ത്യയിൽ സ്വകാര്യവൽക്കരണം ഇല്ലാത്ത പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ ഒരു ദശകത്തിനിടെ 2.13 മില്യൺ തൊഴിലിടങ്ങളാണ് ഇല്ലാതായത്. അതേസമയം ആഗോള ശൃംഖലയുമായിട്ട് ഇന്ത്യൻ തൊഴിലിടങ്ങളെ ചേർത്ത് വെക്കുന്ന 44% പ്രവർത്തന സജ്ജമായ ഓൺലൈൻ ജോബ് പോർട്ടലുകൾ സ്വകാര്യവൽക്കരണത്തിന് ശേഷം സ്ഥാപിക്കാനായി. ട്രെയിൻ ടൈം ഡിലേ ഉണ്ടായപ്പോൾ ആദ്യമായി യാത്രക്കാർക്ക് നഷ്ടപരിഹാരം നൽകിക്കൊണ്ട് പ്രവർത്തനം തുടങ്ങി ആദ്യ മാസത്തിൽ തന്നെ 40 ലക്ഷം രൂപയുടെ ലാഭം ഉണ്ടാക്കാൻ ആദ്യ ട്രെയിൻ ജേർണി സർവീസ് ആയ Anushruti, ready? Your time starts now. ഭാരതാംബ വിൽപ്പനയ്ക്ക് ശേഷം കോർപ്പറേറ്റ് മാത എന്ന് വിളിക്കപ്പെടും. ഇന്നത്തെ അശോക ചക്രത്തിൽ, നമ്മുടെ പതാകയുടെ അശോക ചക്രത്തിൽ ഇനി കമ്പനികളുടെ എംബ്ലമായിരിക്കും. മെട്രോകളും വിമാനങ്ങളും കുതിക്കുന്നു. ഘടിപ്പിച്ചിരിക്കുന്നത് സ്വകാര്യവൽക്കരണം. പക്ഷേ മരണനിരക്ക് കൂടുതലാണ്. മരിക്കുന്നതോ അട്ടപ്പാടിയിലെയും ധാരാവിയിലെയും സാധാരണക്കാരായ കുഞ്ഞുങ്ങൾ. ആത്മഹത്യ ചെയ്യുന്നതോ കർഷകർ. 1 രൂപയ്ക്ക് റേഷനരി വാങ്ങി ഭക്ഷിക്കുന്ന സാധാരണക്കാരുടെ ഇടയിൽ നിന്നാണ് സ്വകാര്യവൽക്കരണം രാജ്യത്തിൻ്റെ അഭിവൃദ്ധിയെ നിലനിർത്തി അല്ല എന്ന് ഞാൻ വാദിക്കുന്നത്. അതുകൊണ്ട് തന്നെ വിഷയത്തിൻ്റെ സാമ്പത്തിക തലം പരിശോധിക്കുമ്പോൾ വേൾഡ് ബാങ്കിൻ്റെ കണക്കുകൾ പ്രകാരം ആസിയാൻ രാജ്യങ്ങളിൽ, പ്രത്യേകിച്ചും ആസിയാൻ രാജ്യങ്ങളിൽ അവരുടെ നയതന്ത്രപരമായ വിഷയങ്ങളിൽ പോലും സ്വകാര്യ കമ്പനികൾ ഇടപെടുന്നു എന്നത് മറ്റൊരു വാസ്തവം. ഇവിടെ പ്ലൂട്ടോക്രസി അഥവാ പണാധിപത്യമാണ് സംഭവിക്കുന്നത്, ജനാധിപത്യമല്ല. അതുപോലെ നമ്മുടെ വിവേക് ദെബ്രോയ് റിപ്പോർട്ട് പ്രകാരം 2014 വിവേക് ദെബ്രോയ് റിപ്പോർട്ട് പ്രകാരം Ready to debate? Ready, sir. Your time starts now. അങ്ങ് പറഞ്ഞ മരണനിരക്കിനെ കൃത്യമായി സ്വകാര്യവൽക്കരണം അഡ്രസ്സ് ചെയ്യുന്നുണ്ട്. 2018 സാമ്പത്തിക വർഷം ഇന്ത്യ ഗവൺമെന്റിന് അസറ്റ് സെയിലിലൂടെ കിട്ടിയത് 1 ലക്ഷം കോടി രൂപയാണ്. ശരീരത്തിൻ്റെ രക്തയോട്ടത്തിന് ആവശ്യമായ പോഷകാഹാരമില്ലാതെ പ്രതിവർഷം 5 വയസ്സിന് താഴെ 31 ലക്ഷം കുട്ടികൾ മരിച്ചു വീഴുന്ന ഒരു ലോകത്തിൽ ആദ്യമായി ഇൻഫന്റ് ഓക്സിജൻ സപ്ലൈ സിസ്റ്റം അവതരിപ്പിച്ചത് ഈ സ്വകാര്യവൽക്കരണ ലാഭത്തിലൂടെ ഇന്ത്യ ഗവൺമെന്റാണ്. സുഹൃത്തെ, ബ്രസീലിൽ പോർട്ടോ അർജീറ എന്ന് പറയുന്ന ഒരു സ്ഥലമുണ്ട്. അവിടെ ശിശു മരണനിരക്ക് വളരെ കുറവാണ്. എന്തുകൊണ്ടെന്നാൽ അവിടുത്തെ സർക്കാർ ശിശുക്കൾക്ക് സൗജന്യമായി വെള്ളം നൽകാനുള്ള, വളരെ കുറഞ്ഞ അളവിൽ വെള്ളം നൽകാനുള്ള സംവിധാനം നടത്തിയിട്ടുണ്ട്. പക്ഷേ ഇതേ സാഹചര്യത്തിലാണ് ബൊളീവിയയിലെ ആൾക്കാർ വെള്ളം പോലും ലഭിക്കാതെ സ്വകാര്യ വ്യക്തികളുടെ കയ്യിൽ അത് എത്തിച്ചേർന്നപ്പോൾ നഗരത്തിലും തെരുവിലും ഇറങ്ങി പ്രതിഷേധിക്കേണ്ടി വന്നത് എന്നത് താങ്കൾ ഓർക്കണം. അങ്ങ് പറഞ്ഞ സൗജന്യം എന്നത് തന്നെയാണ് പ്രശ്നം. 2010 മുതൽ 2019 വരെ ഇന്ത്യ ഗവൺമെന്റ് 80,000 കോടി രൂപ പൊതുമേഖലാ രംഗത്തിൽ ചെലവഴിക്കുകയും 15,000 കോടി രൂപയുടെ കേവല മിച്ചം മാത്രം കിട്ടുകയും 19,000 കോടി രൂപയുടെ കടബാധ്യത ഉണ്ടാവുകയും ചെയ്തു. ഗവൺമെന്റിന് നേരിട്ട് ലാഭമില്ലാത്ത ഇത്തരം വർദ്ധിതമായ പൊതുമേഖലാ ചെലവ് പൊതുകടം ഇരട്ടിക്കുകയും അതുവഴി അത് പരിഹരിക്കാൻ ശ്രമിക്കുന്നത് രാജ്യത്തിന്റെ മൊത്ത ബാധ്യത ഉയർത്തുകയും ചെയ്യും. സുഹൃത്തെ, ലാഭത്തെ പറ്റി താങ്കൾ സംസാരിക്കുമ്പോൾ നീതി ആയോഗ് ഈ അടുത്തിടെ പ്രസിദ്ധീകരിച്ച 11 വിൽക്കാൻ സാധ്യതയുള്ള പുതിയ സ്ഥാപനങ്ങളുടെ 647 കോടി രൂപ ലാഭം നേടിയതിനെ പറ്റിയും താങ്കൾ ആലോചിക്കേണ്ടതുണ്ട്. അവിടെ ലാഭം ശരിക്കും ആർക്കാണ്?
സാധാരണക്കാരന വ്യക്തികൾക്കാണോ ലാഭം? ഓക്സ്ഫാം കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം രാജ്യത്തിന്റെ 50% ധനവും 10% ആൾക്കാരുടെ കയ്യിലാണ്. ശരിക്കും ഈ കോർപ്പറേറ്റ് വൽക്കരണവും സ്വകാര്യവൽക്കരണവും കൊണ്ട് ലാഭം ആർക്കാണ്? സാധാരണക്കാരനായ വ്യക്തികൾക്ക് എന്ത് ലഭിക്കുന്നു എന്നതാണ് ഇവിടുത്തെ ഏറ്റവും പ്രസക്തമായ ചോദ്യം. താങ്ക് യു. കോർപ്പറേറ്റിനാണോ അതോ സിറ്റിസൺസിനാണോ പ്രോഫിറ്റ് കൂടുതൽ? ലാഭം ജനങ്ങൾക്ക് തന്നെയാണ്. കാരണം ലോകത്തിൽ റിഫൈനറി വേസ്റ്റിൽ നിന്ന് ആദ്യമായിട്ട് ജൈവ ഇന്ധനം ഉണ്ടാക്കാനുള്ള പ്രോജക്റ്റിന് തറക്കല്ലിട്ടത് ഇന്ത്യൻ റിഫൈനറി ഡെവലപ്മെന്റിൽ സ്വകാര്യവൽക്കരണം ഏർപ്പെടുത്തിയതിനു ശേഷം കുവൈറ്റ് ഓയിൽ എന്റർപ്രൈസസ് 30% നിക്ഷേപിക്കുകയും ഒമാൻ ഓയിൽ എന്റർപ്രൈസസ് 23% നിക്ഷേപിക്കുകയും ചെയ്തപ്പോഴാണ് സ്വകാര്യവൽക്കരണം നടത്തിയതിനു ശേഷം മാരുതി സുസുക്കിയുടെയും മോഡേൺ ഫുഡ്സിന്റെയും 17-18% ഓഹരി കൂടിയത്. ഇതിൽ 4% അവർ ജീവകാരുണ്യ പ്രവർത്തനങ്ങൾക്കായി ഓൾറെഡി 2020 ജനുവരി 1 ചെലവഴിച്ചിരിക്കുന്നു എന്നത് വ്യക്തമായ കണക്കുണ്ട്. പ്രിയ സുഹൃത്തെ, വിഷയത്തിന് താങ്കൾ വ്യവസായ സ്ഥാപനങ്ങളെ പറ്റി സംസാരിച്ചു. താങ്കൾ ഒരു കാര്യം മനസ്സിലാക്കണം, വിഷയത്തിന് ഒരു പാരിസ്ഥിതിക തലമുണ്ട്. അതായത് എൻവയോൺമെന്റൽ പ്രൊട്ടക്ഷൻ ആക്ട് പ്രകാരം പ്രകൃതിക്ക് വിഷാംശമുള്ള അല്ലെങ്കിൽ പ്രകൃതിയിൽ മാലിന്യം അതീതമായി സൃഷ്ടിക്കാൻ സാധ്യതയുള്ള വസ്തുക്കളെ വളരെയധികം പരിമിതിപ്പെടുത്തിയിട്ടുണ്ട്. അപ്പോൾ ഇത്തരത്തിലുള്ള സ്വകാര്യ കമ്പനികൾക്ക് ഇങ്ങനെ ഒരു അധികാരം ലഭിച്ചാൽ അവരൊരിക്കലും ഈ പരിമിതിയിൽ നിർത്തുമോ? ഇന്ന് ഒരു ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി നമ്മൾ കണ്ടിട്ടുള്ളൂ. ഇനി എത്ര എണ്ണം കാണാൻ സാധിക്കും? ഇന്നത്തെ മൈനുകളുടെയും കോളുകളുടെ അവസ്ഥ എന്താണ്? ഇന്ന് ഓസ്ട്രേലിയൻ മൈനുകളും കേരളത്തിലെ മറ്റു മൈനുകളും തൂത്തുക്കുടിയിലെ മൈനുകളുടെ അവസ്ഥയാണ്. ചൂഷണമാണ് അവിടെ സംഭവിക്കുന്നത്. ഒന്നാമത്തെ ഉത്തരം നേരത്തെ തന്നെ പറഞ്ഞതാണ്. റിഫൈനറി ഡെവലപ്മെന്റ് പ്രോജക്ട്സിൽ നിന്ന് ജൈവ ഇന്ധനം ഉണ്ടാക്കുന്നത്. രണ്ടാമതായിട്ട് 2014 ഹോട്ടൽ യൂണിറ്റ്സ് ഇന്ത്യ സ്വകാര്യവൽക്കരിച്ചതിന് ശേഷം 2020 ഇന്ത്യയിലെ മൊത്തം ഹോട്ടൽ യൂണിറ്റ് വേസ്റ്റുകളും സംഭരിച്ചുകൊണ്ട് പ്രകൃതിയിൽ ജൈവ ഇന്ധനം ഉപയോഗിക്കാനുള്ള ഹോട്ടൽ യൂണിറ്റ്സിന്റെ രണ്ടാമത്തെ പ്രോജക്റ്റും 2020 ജനുവരി 15 ഇന്ത്യൻ എക്കണോമിക് കൗൺസിൽ അപ്രൂവ് ചെയ്തതിന്റെ വിവരം താങ്കൾ അറിഞ്ഞു കാണുമല്ലോ. പ്രിയ സുഹൃത്തെ, എല്ലാം അങ്ങനെ സ്വകാര്യ കമ്പനികൾ ചെയ്യുമെങ്കിൽ 1830 ഇവിടെ കാടുമായി ബന്ധപ്പെട്ട് കാടിൻ്റെ നിയമങ്ങളിൽ മൈനുകൾ ചൂഷണം ചെയ്യാൻ നമ്മുടെ ഈസ്റ്റ് ഇന്ത്യ കമ്പനി വരികയും ശേഷം ഒരുപാട് അളവിലധികമായി സാധാരണക്കായ ആദിവാസികൾ പല സ്ഥലങ്ങളിലേക്ക് കുടിയേറി പാർക്കുകയും അതിൻ്റെ അനന്തര ഫലമായി ഇന്നിവിടെ കാണുന്ന മാവോയിസം പോലുള്ള പല പ്രവണതകളും നമ്മുടെ രാജ്യത്ത് ഉണ്ടാക്കി വെച്ചത് ഇതേ സ്വകാര്യ വ്യക്തികൾ തന്നെയാണ് എന്നത് മറ്റൊരു വാസ്തവം. താങ്ക് യു. നല്ലൊരു കൈയടി ഫോർ ദീസ് ടു പാർട്ടിസിപ്പന്റ്സ്, ladies and gentlemen. Judges, your question to Adoni. Adoni, you ready? Ready, sir. Adoni. Yes, ma'am. കുറേയധികം കമ്പനികൾ ഇങ്ങനെ സ്വകാര്യവൽക്കരിക്കപ്പെടുമ്പോൾ അവിടെ നിന്നെല്ലാം ഇത്തരം പൊതുമേഖലാ സ്ഥാപനങ്ങളിൽ നിന്ന് പിരിഞ്ഞു പോകേണ്ടി വരുന്ന ഇന്ത്യൻ പൗരന്മാരുടെ തൊഴിലാളികളുടെയൊക്കെ ഒരു അവസ്ഥ എന്തായിരിക്കും ഭാവിയിൽ? എന്താണ് തോന്നുന്നത്? VRS ഒക്കെ നിർബന്ധമായി എടുപ്പിക്കുന്നതൊക്കെ നമ്മൾ പത്രത്തിലും വാർത്തയിലും ഒക്കെ കാണുന്നുണ്ടല്ലോ, അതിനെക്കുറിച്ചാണ്. Ready അല്ലേ? And your time starts now. 2013 മുതൽ 2019 വരെയുള്ള കണക്ക് നമ്മൾ പരിശോധിക്കുമ്പോൾ ഇന്ത്യയിലെ സ്വകാര്യവൽക്കരിച്ച വളം ഉൽപ്പാദന മേഖലയിൽ 2013 മുതൽ 19 വരെ 6.2% തൊഴിലാളികളുടെ വർധന ഉണ്ടായിരിക്കുന്നത്. മറിച്ച് രണ്ടാമതായിട്ട് കൽക്കരി ഉൽപ്പാദന മേഖലയിൽ 6.5 2013 മുതൽ 19 വരെയുള്ള വർധനവ്. മൂന്നാമതായിട്ട് ജൂട്ട് ഉൽപ്പാദന മേഖലയിൽ 2013 മുതൽ 19 വരെ 6.7% തൊഴിലാളികളുടെ വർധനവാണ് ഉണ്ടായിരിക്കുന്നത്. അന്താരാഷ്ട്ര തലത്തിലേക്ക് നോക്കുകയാണെങ്കിൽ 1985 സ്വകാര്യവൽക്കരണം ഏർപ്പെടുത്തിയ ഹംഗറിയിൽ 2010 കണക്ക് പ്രകാരം സൗത്ത് ഏഷ്യൻ സ്റ്റഡീസിൻ്റെ കണക്ക് പ്രകാരം പരിശോധിക്കുമ്പോൾ അവിടെ 15% ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് സാധ്യതകളുടെ ഇൻഡയറക്റ്റ് എംപ്ലോയ്മെൻറ്റ് എക്സ്ചേഞ്ച് സർവീസ് സ്ഥാപിതമായത് ഇതേ സ്വകാര്യവൽക്കരണത്തിൻ്റെ ശേഷമാണ്. നമ്മൾ തൊഴിലിടങ്ങളെ ആധുനികവൽക്കരിക്കുമ്പോൾ ഇതേ പഴയ ഡയറക്റ്റ് കസ്റ്റമർ ഓണർ എന്നുള്ള രീതിയിൽ നിന്ന് നമ്മൾ ആധുനികവൽക്കരിച്ച് പഠിക്കുമ്പോൾ ഓൺലൈൻ ഇൻ്റർഫേസുകളുടെയും ഓൺലൈൻ സ്ഥാപനങ്ങളുടെയും ഒക്കെ വ്യക്തമായ കണക്ക് നമ്മളുടെ ഇടയിൽ. അനുശ്രുതി, question to അനുശ്രുതി. അനുശ്രുതി, എന്തോ ഇവിടെ സ്വകാര്യവൽക്കരണത്തെ നമ്മൾ എതിർക്കുന്നത് ദേശാഭിമാനത്തിൻ്റെ പേരിലാണെങ്കിൽ രാജ്യത്തിന് പുരോഗതി ഉണ്ടാകുന്നത് തടസ്സപ്പെടുത്തുന്നതാണോ നാം ദേശാഭിമാനം കൊണ്ട് വിവക്ഷിക്കുന്നത്? And your time starts now. സർ, ഇവിടെ തോമസ് പിക്കറ്റ് പറഞ്ഞൊരു വാക്കുകളാണ് ഞാൻ ഓർക്കുന്നത്. രാജ്യത്തിന് വളർച്ചയുണ്ടാകാം, പക്ഷേ വലിയ രീതിയിൽ അസമത്വങ്ങൾ നിലനിർത്തിയുള്ള ഒരു വളർച്ച രാജ്യത്തിന് അനിവാര്യമല്ല എന്നതിനെ പറ്റിയാണ് ഞാൻ ശരിക്കും സംസാരിക്കുന്നത്. ഇപ്പോൾ നമ്മളൊരു അഗ്രികൾച്ചർ ഓറിയൻറ്റഡ് ഒരു എക്കോണമിയാണ് നമ്മൾ ശരിക്കും. അപ്പോൾ നമ്മുടെ ആ ഒരു കാർഷിക മേഖല തന്നെ പരിശോധിക്കുമ്പോൾ 1997 78% ആൾക്കാർ കാർഷിക മേഖലയിൽ പ്രവർത്തിച്ചിരുന്നു. 29% GDP നമുക്ക് ലഭിച്ചത് കാർഷിക മേഖലയിൽ നിന്നാണ്. പിന്നെ അവിടെ സ്വകാര്യവൽക്കരണം
ഉണ്ടായതിനു ശേഷം 2014 17.9% ആ GDP ഉൽപ്പാദനം കുറയുകയും ഇപ്പോൾ 7.9% എത്തി നിൽക്കുന്ന ഒരു GDP ഉൽപ്പാദനത്തിൻ്റെ കണക്കാണ് നമുക്ക് പറയാൻ സാധിക്കുന്നത്. സർ, ഇങ്ങനെയൊക്കെ വരുമ്പോൾ ശരിക്കും രാജ്യത്തിൻ്റെ പുരോഗതി സാധാരണക്കാരെ കൂടെ ഉൾപ്പെടുത്തിക്കൊണ്ടാണോ എന്ന ചോദ്യത്തിന് വലിയൊരു മാനദണ്ഡം അവിടെയുണ്ട്. അപ്പോൾ അങ്ങനെയുള്ള സാഹചര്യങ്ങൾ പരിഹരിക്കാൻ ശരിക്കും സ്വകാര്യ കമ്പനികൾക്ക് സാധിക്കുന്നില്ല. സർ, ഇതിനൊരു വലിയ രാഷ്ട്രീയ തലമുണ്ട്. തീർച്ചയായും ഇങ്ങനെയുള്ള സ്വകാര്യ കമ്പനികൾ ഇവിടെ വരുമ്പോൾ ഇവരുടെ പപ്പറ്റുകളായി നാളെ നമ്മുടെ രാഷ്ട്രം മാറിയേക്കാം. അപ്പോൾ Thank you, പുരോഗതിയാണോ? Anushruti. Thank you very much. Nalluru kayadi for these two participants, ladies and gentlemen. Shake your hands well and you can discuss. നമ്മുടെ മൂന്നാമത്തെ പേർ അനൂഷ AS from University College Trivandrum, Alka Maria Simon from St. Thomas College Pala. Your 1 minute starts now. As Frederick Chaluba said, that privatization may seem a bitter pill, but it is the only pill that can cause the cure. Because in a developing economy like us, where many PSUs are turning into white elephants, privatization is what acts in the best interest of the nation. Because firstly, with the government having to spend more on infrastructure to boost economic growth, they will have to spend more than they earn through taxes and other means. And this is where the additional income that is earned through disinvestment comes into place. Secondly, the privatization will help in increasing the efficiency and management in the PSUs, because we know a private sector is a better competent and has a greater risk appetite. It will bring about a system of monitoring and discipline in the managing of the PSUs. Thirdly, most of the PSUs we know, they work on the old and overworked plant machinery, which will turn into junk soon in the near future. So privatization brings into the fore the latest technology which can be infused. And lastly, it will bring a level of competitiveness. Thank you, Anusha. Thank you. Thank you. Alka, you ready? Yes. Your 1 minute starts now. Philip Alston, the UN Special Rapporteur, recently submitted a new report to the UN General Assembly stating that the privatization of certain provisions like the basic healthcare, the education, social protection, etc., cannot be at the expense of throwing the rights of protection through the windows. We know that privatization and private companies are particularly concerned simply on the profit motives and the corporate strategies and mechanisms, thereby widening the gap between the haves and the have-nots. The socialist perspective, which is in itself entitled in the constitution of the country, has to be looked on. If you would look at it from a cubist perspective, you understand as a socialist, this is an extremely difficult task to understand. Privatization, any course, is going to bring up the welfare of the nation because it will never do the same thing. We understand that there is a simple argument connecting the fact that we have fathers and forefathers, the cumulative wealth that was once part of the country is simply Thank you, taken away. Alka. Ready to battle? Yes. And your time starts now. I would like to start by comparing the cases of Cochin International Airport Limited and the Trivandrum one. While we know that the 74% of the cost and shares of SIAL is managed by private companies and the NRIs, the Trivandrum International Airport comes under the public sector. But we have seen how the SIAL has been able to emerge out as a leader, not only in the case of sustainability by energizing the whole airport by solar farm, it has been able to take a gradual shift in the shift of services from Trivandrum Airport to Cochin Airport, making it the largest carrier as compared to Trivandrum Privatization Airport. gives better service. That's what she says. I would very humbly disagree with my opponent in that respect, because I would say exceptions are not just a rule, they just prove it. They're not supposed to be generalized. So I'll tell you one of the global examples of the UK where the rail was privatized. It was simply divided into some infrastructures and some other companies and just some buildings. Rather, we find there's something called the Hatfield rail crash, which particularly ensued because there was nobody to take up the responsibility for why the infrastructure was divided. And I would ask you, how would you call the argument of having taken the wealth of our forefathers to meet the whimsical needs of the changing governments? Isn't that against democracy? Okay. Yeah.
actually you talked about taking of the wealth of the forefathers. That in case is the argument of the family silver be sold out to it. But first argument is that why was the government even funding these companies in the first places when you know it was running into losses? I would like to bring into the account the argument of Prime Minister Narendra Modi when he said the government's business is not to interfere in any other business. That is saying that while the government has a responsibility to facilitate a very good business empowerment and a role, but its core competence doesn't lie in merely selling fuel or profit. Yes, Alka. I would agree to the point that was made, but with very humble digressions from the part, by saying that when it is a private firm, we understand that there is very often a profit. We have the wave of the mergers and the acquisitions in the UK of the 1990s. We understand that the private sector is still concerned with meeting their shareholders. They are much, it is unlike what we find in the governments, maybe the political interventions. We find that for the others too, they are concerned with the shareholders. So people particularly are behind the profit motive, because in a government, we find that there is very often service and there is more selfishness in the private sector. This cannot be accumulated or maybe in a broader perspective adapted to a country like India. Yes. Of course, there is a case of profit coming into the privatization sector, but I would say these profits can be diverted for good, like the CSR initiatives which many privatization companies carry out. They are carried out for the establishing social relationships to encompass the accountability with the people. Take the case of IRCTC, a subsidiary of Indian Railways. Now, can any of the passengers even accept the compensation? Can you even believe that you'll be given compensation if the train is running 2 hours or 4 hours late? No. But we saw what happened in the case of the first private train of India, the Tejas Express. They paid the compensation to the passengers when the train arrived 2 hours late. So that is how the privatization is also taking into account not only the profit, but also accountability of people. Of course, and I'll tell you that for the public sector, it's very often a service, because for the private sector, if I'll tell you an example, take the case of the tap water. See, if it's a private sector, if the sector is privatized, there is always a higher price. We'll need profit from the other side. But when it's a public sector, I guess there are plenty of provisions like education, the health sector, and several other services, which if given into the hands of the people, especially the markets, the multinationals, it's always going to be intruded with too much profit, too much corruption, but this can be avoided if there is more responsibility. Thank you. Thank you very much. Question to Anusha, sir. Anusha, Yes, sir. one of the points that the fellow debater has been harping on is that certain sectors Yes. like health, education, and some basic services should be kept outside the realm of privatization. Yes. What is your opinion on that? I didn't hear anything from you on that score. Can you elaborate on that? You ready? Yes. Your time starts now. While I believe that these are some of the primary and important sectors as a humanity for us, education, health, or whatever, these are some of the things that form the basic principles of our life. So I believe by not privatizing it as whole, we can always think about disinvesting a part of it or disinvesting certain shares of it, because that will imbibe the qualities of both the public sector and as well as the private sector. Because as I said earlier, it will help to increase the efficiency and management. So where the public sector lags, you can bring in the private party to make it progress into a new direction. You can give it a new dimension than always thinking about the old ideology that these are some basic things and these needs to be powered by only the public sector, because there are many things where markets come into action, and these cases where markets come into action, we can't totally... Thank you, Anusha. Alka ready? Yes. Alka's question. Alka? Yes, ma'am. Actually, what is your take on the fate of our indigenous markets, native markets, of our rural areas, when it comes into this phase of vigorous privatization? Your time starts now.
about the indigenous market part of it, I would say privatization is simply going to change the whole color of it. Because we have had some indigenous market, especially the coir production, the other self-sustainability, the way of being independent. I guess something that even the father of a nation has put forward. So when you bring in privatization, it's this intruder's hand. I guess even the youth of the country is moving apart from it. So instead of trying to protect the indigenous culture, instead of trying to give its own vibe or possibly the frequency with which the indigenous culture can be promoted, I guess is very often being digressive. This is getting channelized because there is more responsibility from the part of the government. Rather, this is not going to come from a private position, because I guess government, especially one that is in India, is simply selected by the people, for the people, and therefore is more responsible towards them. So when you take all these things away from them, I guess this is simply trying to fill the stomach of all the multinational giants, of the business tycoons. Rather, it's not going to help us in any effect, I would say, in democracy. Thank you, Alka. Nalloru kayyadi for these ladies out here. Shake your hands.